ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ യാല ബ്രാൻഡിൻ്റെ ഫ്ലെമിംഗോ ബോ ക്ലിപ്സ് ആണ്. നമുക്ക് ഈ പിങ്ക് കളറിലും ഈ ബ്ലാക്ക് കളറിലും അവൈലബിൾ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഫ്ലെമിംഗോ ബോ ക്ലിപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റ് ഫാബ്രിക് മെറ്റീരിയലാണ്. ഞാനൊരു ലെന്ത് ഒരു 32 ഇഞ്ചും അതുപോലെ തന്നെ വിഡ്ത്ത് ഒരു 5.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ലെന്തും വിഡ്ത്തും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഒരേപോലെ 2 പീസ് ഫാബ്രിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലെന്തും വിഡ്ത്തും ഒരേപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അടുക്കി വെച്ച് ഇതുപോലെ നമ്മളിങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ചുരുക്കി തയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രില്ല് പോലെ ആകും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫ്ലഫി ആയിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ അടുപ്പിച്ച് തയ്ക്കണം. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഈ മെറ്റീരിയലാണെങ്കിൽ ഇങ്ങനെ മടങ്ങിയൊക്കെ കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നല്ലതായിട്ട് നോക്കിയിട്ട് വേണം ഇങ്ങനെ തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇത് ഫുള്ള് ഇത് ഫുള്ള് ഇങ്ങനെ തയ്ച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്കിങ്ങനൊരു റൗണ്ട് പോലെ ഇങ്ങനെ വരും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഈ സൈഡുകളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഈ മെറ്റീരിയൽ കാണും. അപ്പോൾ അതൊരു ഭംഗിയാണില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരേപോലെ ലെങ്തിലും വിഡ്ത്തിലും ആണോ 2 സൈഡൊന്ന് നോക്കുക. എന്നിട്ട് അതനുസരിച്ച് കട്ട് ചെയ്ത് നല്ല ഷേപ്പിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്കൊന്നുകൂടെ എന്ത് ചെയ്യാം, പിങ്ക് നൂലിൽ നമുക്കൊന്നുകൂടെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഒരു 2-3 കെട്ടൊക്കെ ഇട്ടാൽ മതി. അപ്പോഴത്തേനും അത് നല്ല കട്ടിക്ക് ഇരുന്നോളൂ. അഴിഞ്ഞു പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അത് കഴിഞ്ഞ് ഇതിനായിട്ട് ഞാനിവിടെയാണ് എടുക്കുന്നത് പോൾക്ക ഡോട്ടഡ് സാറ്റിൻ റിബണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോർമലായിട്ടുള്ള പിങ്ക് സാറ്റിൻ റിബൺ യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ ആണെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്ത് അതൊന്നുകൂടെ ഒട്ടിച്ചിട്ട് ഞാനൊന്നുകൂടെ ടൈ ചെയ്ത് വെക്കും. അപ്പോൾ അത് നല്ല സെക്യൂറായിട്ടിരുന്നോളും. അതങ്ങനെ ഇളകിയൊന്നും പോകത്തില്ല. ഈ ഒരു റിബൺ ഞാനൊരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കെട്ടിയും കൂടെ വെക്കേണ്ടതുകൊണ്ടാണ് അത്ര എടുക്കുന്നത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ട് അതൊന്ന് ഒട്ടിച്ചിട്ട് കെട്ടിയും കൂടെ വെക്കും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കട്ട് ബീഡ്സും സ്മോൾ ബീഡ്സും സീക്വൻസും ഒക്കെ നമുക്കിങ്ങനെ ഈ നടുക്കായിട്ട് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് അതിലിങ്ങനെ നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് യൂസ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ ഒരു 20 മിനിറ്റോ അരമണിക്കൂറോ ഉണങ്ങാൻ വെക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലെമിംഗോ ബോ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.